ഒരിക്കലും അല്ലാഹു തആല ഈ ലോകത്ത് ജീവിക്കാൻ അവസരവും ആരോഗ്യം അല്ലാഹു തരുമ്പോൾ ഒരിക്കലും പടച്ചതമ്പുരാന് എതിരായിട്ട് ജീവിക്കാം അല്ലാഹ് കണ്ണടക്കുമെന്ന് കരുതി പോകരുത്. അങ്ങനെ ഒരു ചിന്ത എന്റെ പ്രസംഗത്തിൽ വരാതിരിക്കാൻ ഞാൻ ആമുഖമായ ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅലമന്ന റിജാലൻ യഅതൂന യൗമൽ ഖിയാമത്തി അംസാല ജിബാലി തിഹാമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരലോകത്ത് ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വറുക്കുമ്പോ ആരെ സഹായിക്കാനില്ലാതെ എല്ലാവരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സൂചി കുത്താനിടമില്ലാതെ ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ പ്രിയമുള്ള സഹോദരിമാര് സഹോദരങ്ങൾ ഇവിടെ തടിച്ചുകൂടുമ്പോ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി മിസ്സായി പോയാൽ, ഏതെങ്കിലും ഒരു പൊന്നുമോൻ ഇവിടെ നിന്ന് കാണാതെ കളി സാധനങ്ങളുമായി കളിപ്പാട്ടവുമായിട്ട് കണ്ണൽ വെട്ടപ്പെട്ടതെന്ന് മാറിപ്പോയാൽ ഇവിടെ സഹായിക്കാൻ ഇവിടുത്തെ വളണ്ടിയേഴ്സ് ഉണ്ട്, ഇവിടെ സഹായിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിലെ സഹായിക്കാൻ ആളുകളില്ല, അള്ളാഹുവിന്റെ കോടതിയിൽ സഹായിക്കാൻ ആളുകളില്ല. അങ്ങനത്തെ ഭീകരമായ കോടതിയുണ്ടല്ലോ, ആ പടച്ചതമ്പുരാന്റെ കോടതിയിൽ യൗമുൽ ഖിയാമയിൽ ഒരു വിഭാഗം ആളുകൾ തിഹാമാ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമായി കടന്നു വരുമെന്നാണ്. തിഹാമാ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമായി കടന്നു വരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിരിക്കുന്ന മണലിൽ നാലു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ രണ്ട് കൈകൾ കൊണ്ട് മണലൊരു ഭാഗത്ത് കൂമ്പാരം കൂട്ടുക. ആ കൂമ്പാരത്തോളം അമല് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ ഭീമാപ്പള്ളിയുടെ മണൽ തരികളെ രണ്ട് കൈകൾ കൊണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോ അതിന് നിങ്ങൾ വാരി കൂമ്പാരമാക്കി കൂട്ടിവെക്കുമ്പോ ഒരിക്കലും ആ കൂമ്പാരത്തിന്റെ അളവ് പോലും എനിക്കും നിങ്ങൾക്കും അമലുകളില്ല. പക്ഷെ ഇവിടെ മുത്തായ ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയോ? തിഹാമാ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമായി വരുമെന്ന. തിഹാമാ പർവ്വതത്തിന്റെ അമല്, തിഹാമാ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമായി കടന്നു വരുന്നൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ അമലുകൾ പരലോകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രതീക്ഷയോടെ അവര് വിജയത്തിന്റെ സുന്ദരമായ സോപാനങ്ങൾ കരസ്ഥമാക്കാൻ കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യജ്അലുഹുല്ലാഹു ഹബാഅം മൻസൂറാ. അല്ലാഹു ആ തിഹാമാ പർവ്വതത്തിന്റെ അളവോളമുള്ള അമലുകൾ ധൂമധൂളികളാക്കി കളയുമെന്നാണ്, അപ്പുപ്പൻ താടി പോലെയാക്കി കളയുമെന്നാണ്, ഒരു പഞ്ഞിക്കെട്ട് പോലെ പറന്ന് നടക്കുമെന്നാണ്. എവിടെ തിഹാമാ പർവ്വതത്തിന്റെ അളവോളം അമല് ചെയ്തുകൊണ്ട് വന്നിട്ട് എവിടെയാടാ? അതെല്ലാം അപ്പുപ്പൻ താടി പോലെ പറന്ന് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിപ്പിച്ചത് അതരങ്ങളിലും നസത്തെട്ടിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലെ കടന്നു വന്നിട്ടില്ലാത്ത ആമിനയുടെ പൊന്നുമോ അബ്ദുള്ളയുടെ തങ്കക്കുട, ലോകത്തിന്റെ ജേതാവ് മദീനയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടുകളിൽ നിന്നും നടന്നു വീഴുന്ന കാര്യമാ. അത്രത്തോളം അമലുകളുമായി വരുമ്പോൾ സഹോദരാ സഹോദരി, നിന്റെ അമലുകളെ അല്ലാഹു ആക്കുന്നത് ഏത് കോലത്തിലാണ്? ഹബാഅം മൻസൂറാ, ധൂമധൂളികളായി മാറ്റപ്പെട്ടു പോവുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്ന സഹാബത്ത് ചോദിക്കുകയാ, അലൈസോ മുസ്ലിമീന യാ റസൂലല്ലാഹ്, അവര് മുസ്ലിമീങ്ങളല്ലയോ നബിയേ? അവര് മുസ്ലിം അല്ലാത്തതിന്റെ പേരിലാണോ അമലുകൾ ഒരുപാട് ചെയ്ത്, കൂമ്പാരമായ അമലുകൾ ചെയ്ത്, ഒരു പർവ്വത സമാനമായ അമലുകൾ ചെയ്തു കൊണ്ടുവരുമ്പോ അതെല്ലാം ഒരു ധൂമധൂളി പോലെ പറന്നു പോകുമെന്ന് പറയുമ്പോ അവര് മുസ്ലിം അല്ലാത്തതിന്റെ പേരിലാണോ? അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിലാണോ? എന്തിന്റെ പേരിലാണ് റസൂല്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ബലാ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളെ തന്നെയാ. 5 നേര പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ യസൂമൂന കമാ യുസല്ലൂന കമാ തുസല്ലൂ, നിങ്ങൾ നിസ്കരിക്കും പോലെ അവരെ നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കും പോലെ അവരെ നിസ്കരിക്കുന്ന സഹാബ. യസൂമൂന കമാ തസൂമൂ, നിങ്ങൾ നോമ്പ് പിടിക്കും പോലെ അവരും നോമ്പ് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയോ? വലഹും ഹല്ലും ഫില്ലൈൽ, പാതിരാപ്പിട നിശബ്ദതയിൽ അവർ കൂർക്കം വലിച്ചു
വലിച്ചുറങ്ങൂല. നിശയുടെ നിശബ്ദതയിൽ അവർ പുറച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞിട്ട് അവരുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളമെടുത്തവർ ഒളുവ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ, പാതിരാ നമസ്കാരം നിർവഹിക്കുന്നവരാ, പടച്ചവന് വേണ്ടി പാതിരാത്രിയുടെ 3-ാം ഘട്ടം മാറ്റിവെക്കുന്നവരാ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പാതിരാ നമസ്കാരവും അവർക്കുണ്ട്, പുലരുന്നത് വരെ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരാ. പക്ഷേ സഹാബത്തെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? വലാകിൻ കാനോ ഇദാ ഖലോ ബിമഹാരിമില്ലാഹി ഇംദഹകുഹാ. അവര് ഒറ്റപ്പെട്ടു പോയാൽ, അവര് വീട്ടിലൊറ്റയ്ക്കായാൽ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ അവര് തഖ്വ കാണിക്കുന്നവരാ. നോമ്പ് മുറിക്കുന്ന സമയത്ത് ആർത്തിയോട് നോമ്പ് തുറവാ സാധനങ്ങൾ വാങ്ങാ, 2 കരങ്ങൾ നീട്ടിയിട്ടവര് വാങ്ങുന്നവരാ. എല്ലാത്തിലും അവര് മുമ്പന്തിയിലുണ്ട്. വഴല് പറയാനും പറയിപ്പിക്കാനും കേൾക്കാനും മുമ്പന്തിയിലുണ്ട്. എല്ലാത്തിനും അവര് മുമ്പന്തിയില. പക്ഷെ എന്താ പ്രശ്നമെന്നറിയോ? ഇദാ ഖലൗ കാനൂ ഇദാ ഖലൗ. അവര് ഒറ്റപ്പെട്ടു പോയാൽ, അവരാരുമില്ലാത്ത ഒരിടത്ത് അവര് ഒരു ഒറ്റപ്പെട്ടു പോയാൽ എന്താണ് അവരുടെ സ്വഭാവം എന്നറിയോ? ഇംദഹകുഹാ ബിമഹാരിമില്ലാ. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ അവര് മുഖം കുത്തി വീഴുന്നവരാ. അവർക്ക് സ്വകാര്യതയിൽ തഖ്വയില്ല. രഹസ്യമായ അവർ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരല്ല. രഹസ്യമായ അവർ ചാരിത്രം സംരക്ഷിക്കുന്നവരല്ല. പരസ്യമായിട്ട് അവർ നല്ലവരാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ രഹസ്യ ജീവിതം വളരെ മോശമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം വരെ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അല്ലാഹുവോട് കളിക്കല്ല മോനെ, പടച്ചവനോട് കളിക്കല്ല മോനെ. നിശയുടെ നിശബ്ദതയിൽ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കറുത്ത മനുഷ്യന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ചലിക്കുന്ന ചലനം പോലും അല്ലാഹു അറിയുന്നതാ. കല്ലുടുക്കിലെ പുൽച്ചെടിക്ക് പോലും പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന പടച്ച റബ്ബ് ഒരു ഇല അനങ്ങണമെങ്കിൽ അല്ലാഹുവിന്റെ അറിവില്ലാതെ അനങ്ങുകയില്ല. ആഴക്കടലിലെ പരപരാ, ആഴക്കടലിലെ പരൽ മത്സ്യങ്ങൾ പോലെ ചലിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ അറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, അത് സ്വകാര്യമായി ചെയ്താലും, ഇരുളിന്റെ പൊരുളിൽ ഇരുളിന്റെ ഉന്നതകളിൽ നമ്മൾ ചെയ്താലും എന്തും അല്ലാഹു അറിയും എന്നുള്ള ഒരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉണ്ടാവുക. ഒന്ന് പറയട്ടെ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാ, അല്ലാഹു ഭീകരനല്ല, അല്ലാഹു ബീഭത്സതയുടെ പ്രതീകമല്ല. അല്ലാഹു നമുക്ക് പരീക്ഷ തരുന്നുണ്ട്. സൂറത്തുൻ നിസാ എടുത്ത് പരിശോധിച്ചാൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് സൂറത്തുൻ നിസായിലെ 31-ാമത്തെ ആയത്താണ്. പ്രതീക്ഷയുടെ സൂക്തങ്ങളിൽ ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹു തന്നെ പറയട്ടെ, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. അല്ലാഹു പറയുകയാ, എന്നെ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ പുരുഷാരത്തോട്, സ്ത്രീ സമൂഹത്തോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താണ്? സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, അല്ലാഹുവേ ഞാൻ ഇനി എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ ചെയ്ത തെറ്റുകൾ, അപരാധങ്ങൾ കടലിൽ നുരയേക്കാൾ പതയേക്കാൾ കൂടുതലാണല്ലോ. വേണ്ട, ഒരിക്കലും സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, വ്യസനിക്കണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ്, നിങ്ങളോട് നിരോധിച്ചിട്ടുള്ള ശക്തമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വൻ പാപങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്ന. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ, നാളെ ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് ചിന്തിക്കല്ലേ. ഓരോ വാക്കുകളും നിങ്ങൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നിരോധിച്ച പടച്ചതമ്പുരാന് കടിഞ്ഞാണിട്ട അരുത് എന്ന് അല്ലാഹു പറഞ്ഞ വൻ പാപങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്ന. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഴ്ചകളുണ്ടല്ലോ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കൊച്ചു കൊച്ചു പരാജയത്തിന്റെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ തിന്മകളുണ്ടല്ലോ, ഇതെല്ലാം പടച്ചതമ്പുരാ പുറത്തു തരുന്നതാണ്. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ.
അള്ളാഹു നിങ്ങളെ നാളെ മാന്യമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രവേശിപ്പിക്കുന്നതാ. അതേതാണെന്നല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കൈകൊണ്ടു തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരണാനന്ദകരവും, ഒരു ഹൃദയത്തിലും ഇന്ന് വരെ ഉദിച്ചിട്ടില്ലാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗലോകത്ത് നിങ്ങളെ അല്ല പ്രവേശിപ്പിക്കുന്നതാ. അള്ളാഹു വെച്ച ഡിമാൻഡ് എന്തെന്നറിയോ? ഞാൻ നിങ്ങളോട് നിരോധിച്ചിട്ടുള്ള, നിങ്ങളോട് അരുതെന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച, വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച, ചെറിയ ചെറിയ വീഴ്ചകൾ ഞാൻ പുറത്തു തരാമെന്ന് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവ്, സംരക്ഷകനായ, സംഹാരകനായ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവസമ്പൂർണന്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷയുടെ ഒന്നാമത്തെ ആയത്തേതെന്നറിയോ? നിങ്ങൾ വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ, വൻപാപങ്ങൾ നിങ്ങൾ വെടിഞ്ഞാൽ, ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്നുള്ള ഈ പരീക്ഷയുടെ സൂക്തം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു വീഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പുറത്തു തരിക മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ മാന്യമായ ഒരു സ്ഥലത്ത് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ എന്റെ അനുഗ്രഹീതമായ സ്വർഗലോകത്ത് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ ആയത്ത് 31 പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ പ്രതീക്ഷയുടെ സൂക്തമാണ് വലിയ പാപങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ ഇത് പറഞ്ഞത് ഇത്ര കേട്ടിട്ട് പോയാൽ വൻപാപങ്ങൾ എത്ര? 7 സബുൽ മോബിക്കാത്ത്, അതൊഴിച്ച് ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ ഇന്നലെ മുസ്ലിയാർ പ്രസംഗിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ എണ്ണം ഇരിപ്പുണ്ട്. ഞാൻ എന്തിനാ കുറ്റം പറയൂ? കുറ്റം പറച്ചിലൊക്കെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് അല്ലാതെ നല്ലത് പറയാൻ തന്നെ സമയമില്ലല്ലോ, നല്ലത് പറയാൻ തന്നെ നമുക്ക് നേരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തണ്ട. അവസാനം വരെ നിങ്ങളെ കേൾക്ക്. നിങ്ങൾ വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ വീഴ്ചകൾ പുറത്തു തരാം, നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ കേട്ടോളി, അടുത്ത ഹദീസ് പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളി. അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ധീരമായി ഉറക്കെ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പടച്ചോനാണ് സത്യമെന്ന് നബിതങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ട് നബിതങ്ങൾ ഒരൊറ്റ തലകുനിപ്പ, തല അങ്ങ് കുനിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനാണ് 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 എന്ന് 3 വട്ടം സത്യം ചെയ്തിട്ട് നബിതങ്ങൾ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് ഇരുന്നു. ഞങ്ങൾക്ക് പേടിയായി. ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്ത് പറഞ്ഞാലും നമുക്കെറിക്കൂല. എന്ത് കൊറോണ, എന്ത് ഓക്കി, എന്ത് പ്രളയം, ഇതിലും വലുത് വന്നാൽ നമ്മൾ പിടിച്ച് നിൽക്കൂലേ? ഇതിലും വലുത് വന്നാൽ നമുക്ക് വല്ലതും ആവുമോ? എന്റെ ഇന്ന് കരയാൻ തുടങ്ങി. എന്താണ് നബിതങ്ങൾ സത്യം ചെയ്തത് ഞങ്ങൾക്കറിയില്ല. അവര് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നബിതങ്ങൾ പുഞ്ചിരി തൂകിക്കൊണ്ട് തല ഉയർത്തി. അൽഹംദുലില്ലാ. സഹാബാക്കള് പറയാണ്, ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷമായി. ചുമന്ന ഒട്ടകത്തിന് വില കൂടുതലാണ്. ഇന്നത്തെ ഓഡിയും ബെൻസും റേഞ്ച് റോവറും കൂടിയ വണ്ടികൾ വാങ്ങുന്ന അത്രയും വലിയ പണമുള്ള ആളുകൾക്ക് അന്ന് ചുവന്ന ഒട്ടകം വാങ്ങാൻ പറ്റൂ. ഞങ്ങൾ ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കരണീയമായി, അഭികാമ്യമായി ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പുഞ്ചിരിച്ചു. ഞങ്ങളുടെ ഹബീബ് പുഞ്ചിരിച്ച സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? വയജ്തനിബുൽ കബായിറ, വൻപാപങ്ങൾ ആരുപേക്ഷിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന്, നോമ്പ് പിടിക്കുന്ന
നിസ്കരിക്കുന്നവന് സക്കാത്ത് കൊടുക്കുന്നവൻ പോരാ, അവന് ജീവിതത്തിൽ വലിയ പാപങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കുകയാ. അങ്ങനെയുള്ളവന് മരണപ്പെട്ടു പോയാ ഇല്ലാ ഫുതിഹതു ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന്റെ നേരെ തുറക്കുകയാ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുക മാത്രമല്ല, അവനോട് പറയുന്നു ഉദ്ഖുൽ ബിസലാ, നിർഭയത്വത്തോടെ പ്രവേശിച്ചോ, നിർഭയത്വത്തോടെ സ്വർഗത്തിൽ കടന്നോ എന്ന് അവനോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പാപങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയോ? വലിയ പാപങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമാകുമോ? എന്നാൽ തീർച്ച അല്ലാഹു നമ്മുടെ ചെറിയ പാപങ്ങൾ പുറത്തു തരുന്നതാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ സംശയം തോന്നാ, ഏതാണ് ഉസ്താദേ വലിയ പാപങ്ങൾ? 7 വൻപാപങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ. ശിർക്ക് മുതൽ എണ്ണിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ. ശിർക്ക് മുതൽ എണ്ണിയിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് വരെ 7 എണ്ണം അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞപ്പോ 7 വൻപാപങ്ങളിൽ ഏത് വൻപാപം ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരില്ല, പക്ഷെ ഏത് പാപം അല്ലാത്തത് ചെയ്താൽ പുറത്തു തരുമെന്നാണോ എന്റെ സഹോദരങ്ങളെ അല്ലാഹു പറഞ്ഞത്? വൻപാപങ്ങൾ ചെയ്യാതിരുന്നാലെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ 7 വൻപാപങ്ങളെന്ന് ഒരവസരത്തിലാണ് പറഞ്ഞത്, പക്ഷേ വൻപാപങ്ങൾ 7 മാത്രമാണെന്ന് കരുതിപ്പോയോ? അവിടെയാണ് എനിക്കും നിങ്ങൾക്ക് പിഴവ് പറ്റിയത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വൻപാപങ്ങൾ 7 ലോകത്ത് ആകെ 7 എണ്ണമേ ഉള്ളൂ. 8ാമതൊരു പാപം വൻപാപമില്ലെന്ന് കരുതിപ്പോയോ? എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റുണ്ട്. ആ തെറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. അത് വൻപാപമാ, അത് വൻപാപമാ. സബഉൽ മൂബിഖാത്ത് എന്ന ഹദീസിൽ വന്ന 7 വൻപാപങ്ങളിൽ പെട്ടതല്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പല പ്രഭാഷണങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല ഹദീസുകളിലായി വൻപാപങ്ങളെ എണ്ണിയിട്ടുള്ള ഭീകരമായ തെറ്റുകളെ പ്രത്യേകിച്ച് സഹോദരിമാരെ കാണുന്ന ഒരു തെറ്റുണ്ട്. ഏതാണെന്നറിയോ? ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല, സഹോദരിമാരെ ഞാൻ പരിഹസിക്കുന്നതല്ല. അവരുടെ വീട്ടുജോലികൾ ചെയ്യുമ്പോ, അവർ തൊഴിലുകൾ ചെയ്യുമ്പോ അവരുടെ തിരക്കിനിടയിൽ കഴിയാതെ പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ടറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ജമഅ ബൈന സ്വലാത്തൈനി من جمع بين صلاتين من غير عذر فقد أتى بابا من أبواب الكبائر. മുസ്ലിം ചെറുപ്പക്കാരാ, വാഹനം ഡ്രൈവ് ചെയ്യുന്നവനോട് പറയുകയാ, നീ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാ. അധ്വാനത്തിന് വേണ്ടി നീ തെരഞ്ഞെടുത്തിട്ടുള്ള ഓട്ടോറിക്ഷയാണോ എന്റെ പൊന്നുമോനെ ചെറുപ്പക്കാരാ? അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. നീ ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നീ ഓട്ടത്തിലാണ്. ഏതെങ്കിലും പള്ളിയിലെ നിസ്കാരത്തിന് വേണ്ടി കയറിയാൽ ഇന്ന് പള്ളികളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. സെക്രട്ടേറിയറ്റ് തുറക്കുന്നതിന് കുഴപ്പമില്ല, നിയമസഭ തുറക്കുന്നതിന് കുഴപ്പമില്ല, മാളുകൾ തുറക്കുന്നതിന് കുഴപ്പമില്ല, തിയേറ്ററുകൾ തുറക്കുന്നതിന് കുഴപ്പമില്ല, എന്തു തുറക്കുന്നതിന് പ്രശ്നമല്ല. പള്ളികൾ തുറക്കുന്നതിന് നിയന്ത്രണങ്ങൾ വരുന്നു. പോട്ടെ സഹോദരങ്ങളെ, എന്റെ വിഷയം അതല്ല. ഏതെങ്കിലും ഒരു സഹോദരന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അവൻ എന്താണ് ചെയ്യുന്നത്? എന്താ ഒരുമിച്ച് കൂട്ടുകയാ. ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പാർസൽ വാങ്ങി കൊടുക്കണ്ട. ഇപ്പൊ അങ്ങനെയാണ്, ഭാര്യയുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടി പാർസൽ വാങ്ങി കൊടുക്കും. അങ്ങനെയാണോ? നമ്മൾ കരുതുന്നത് എപ്പോഴും നമ്മളെ ഭാര്യ ഓർക്കുമെന്നുള്ളതാണ്. പച്ചക്കള്ളമാണത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പാകം ചെയ്യാൻ പറഞ്ഞാൽ ഒരു ദിവസം അവൾ നിങ്ങൾ എത്ര തവണ ഓർക്കുമെന്നറിയോ? മീൻകാരൻ വന്ന് മീൻ കൊണ്ടുവരുന്ന സമയത്ത് ഭർത്താവിനെ ഭാര്യ ഓർക്കുന്നു. ഇന്ന ഇന്ന മീനുകൾ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല, ഇന്ന മീനാണെങ്കിൽ എന്റെ ഭർത്താവിന് വലിയ ഇഷ്ടമാണ്, അപ്പൊ നിങ്ങളെ ഓർത്തു, മീൻ വാങ്ങി. അത് കഴിഞ്ഞ് കഴുകി അറുത്ത് അതിനെ ഉപ്പും മുളകും ഒക്കെ ചേർക്കുമ്പോ എന്റെ ഭർത്താവിന് കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം പൊരിക്കുന്നതാണ്. അവിടെയും നിങ്ങളെ ഭാര്യ നിങ്ങളെ ഓർത്തു. അത് കഴിഞ്ഞ് ചട്ടിയിലേക്കിട്ട് എണ്ണയിൽ തിളക്കുമ്പോ കൂടുതൽ കരിഞ്ഞു പോകുന്ന എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല, പെട്ടെന്ന് എടുത്തേക്കാം, അപ്പോഴും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഓർത്തു. ഇത് നിസാരമായി ഒരു മീൻ ഫ്രൈ
അതിന്റെ കാര്യം മാത്രമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ എത്ര തവണ ഭാര്യ ഓർത്തു ഇത് പാർസൽ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ കിട്ടുവോ? അവളതെല്ലാം കൂടെ വാരി കയറ്റിക്കൊണ്ട് നേരെ കൂർക്കം വലിച്ച് ഉറക്കോ ജോലി? നിങ്ങൾ ഓർക്കൂല. സന്തോഷത്തോടെ കഴിക്കാനും ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നുപോയത്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും സഹോദരിമാരോട് പറയാ, ഇങ്ങനെയൊക്കെ പാകം ചെയ്യുന്നതിനിടയിൽ ലോഹറിന് ബാങ്ക് കേട്ടാൽ എന്ത് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ വൃത്തിയുണ്ടോ? കയ്യിലും മീന്റെ നാറ്റുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം സ്വീകരിക്കാതെ ധരിച്ചുകൊണ്ട് തൽബിയത്തിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി പരിശുദ്ധമായ ഹറമിൽ പോകുമ്പോഴല്ല അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലേക്ക് പോകുമ്പോഴല്ല സമ്പത്തിന്റെ 2.5% കാൽക്കുലേഷൻ നടത്തിയിട്ട് പാവപ്പെട്ടവന്റെ അവകാശം വീടുന്ന സകാത്തിന്റെ സന്ദർഭത്തിലല്ല പടച്ചവൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തൊണ്ട പൊട്ടിക്കീറുന്ന അവസ്ഥയിൽ, ചുണ്ട് വരണ്ടുണങ്ങുന്ന അവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്ന നോമ്പിന്റെ സമയത്തല്ല പടച്ചവൻ നമ്മോട് കൂടുതൽ അടുക്കുന്നത്. ആദരവായ പ്രവാചകൻ പറഞ്ഞു, അഖ്റബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. നീ സുജൂദിൽ കിടക്കുമ്പോഴാണ് അള്ളാഹു നിന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലേ? ഒരുത്തന്റെ മുമ്പിലും കുനിക്കാത്ത തല, ആരുടെ മുമ്പിലും നമ്മൾ കുനിക്കുവോ? നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? ഒരുത്തന്റെ മുമ്പിൽ നമ്മുടെ ശിരസ് കുനിക്കൂല. അത് ആരാണെങ്കിലും ആരുടെ മുമ്പിൽ കുനിക്കാത്ത ശിരസ് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ച് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഇസ്സത്തിന്റെ അവയവമായ തല അത് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ചിട്ട് ശരീരത്തിന്റെ ഏറ്റവും വൃത്തികെട്ട അവയവമായി നമ്മൾ മനസ്സിലാക്കുന്ന പൃഷ്ഠഭാഗത്തെ ആ തലയേക്കാൾ ഉയർത്തി വെച്ചുകൊണ്ട് എല്ലാ വെയിറ്റും എല്ലാ ശക്തിയും എല്ലാ ഭാരവും ആ തലയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ പറയുന്നു, സുബ്ഹാന റബ്ബിയൽ നീയാണ് പരിശുദ്ധൻ, നീയാണ് ഉന്നതൻ, നീയാണ് ഔന്നത്യത്തിന്റെ ഉടമസ്ഥൻ പടച്ചവനെ എന്ന് പറയുന്ന സുജൂദ്. ആരുടെ മുമ്പിലും കുനിക്കാത്ത തല അള്ളാഹുവിന് വേണ്ടി നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെക്കുമ്പോ അബുൽ കലാം ആസാദിനോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ ഇസ്ലാം എന്താ നിങ്ങൾക്ക് തരുന്ന സമ്മാനമെന്ന്? നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഭീമാപ്പള്ളി ഉറൂസിന് എന്നെ കേൾക്കാൻ വേണ്ടി വന്ന എന്റെ ഹൈന്ദവ ക്രൈസ്തവ സഹോദര സഹോദരിമാരോട് പറയാ, ഞങ്ങളുടെ ഇസ്ലാം, ഞങ്ങളുടെ ദീൻ, ഞങ്ങളുടെ നമസ്കാരം ഞങ്ങൾക്ക് തന്നത് എന്താണെന്നറിയോ? ഈ ഭീമാപ്പള്ളിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് എനിക്കറിയില്ല, ആരാലും നിങ്ങൾക്കറിയുമല്ലോ. ഈ ഭീമാപ്പള്ളിയിൽ ഏറ്റവും വലിയ കോടീശ്വരൻ അയാൾ നമസ്കാരത്തിന് ഭീമാപ്പള്ളിയിൽ മുത്തുക്കോയ തങ്ങളുടെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം കാണുന്നത് മുമ്പിലത്തെ സഫ് ഫുള്ളായി, അദ്ദേഹം പിന്നിലത്തെ സഫിൽ നിൽക്കുന്നു. നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്നത് ആരെന്നറിയോ? തന്റെ വീട്ടിൽ തന്റെ പോർച്ചിൽ കിടക്കുന്ന കാറ് കഴുകി തരുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു ദരിദ്രനാണ്. എന്റെ വീട്ടിൽ മീൻ വാങ്ങിക്കൊണ്ട് തരുന്ന പാവപ്പെട്ടവനാണ്. എന്താ ഇസ്ലാമിന്റെ പ്രത്യേകത? ആ സെർവന്റ്, ജോലിക്കാരൻ, ഖാദിമ്, വേലക്കാരൻ, തൊഴിലാളി എന്ത് പറഞ്ഞാലും ആ പര്യായങ്ങളിട്ട് കൂട്ടിക്കുഴച്ച് പറഞ്ഞാലും വീട്ടിൽ ഏതെങ്കിലും ഒരു സമ്പന്നന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് അവന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സാധു കാല് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അയാൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആ കാല് വെക്കുന്ന സ്ഥലത്താണ് കോടീശ്വരനായ മുതലാളി അവന്റെ നെറ്റി ചേർത്ത് വെക്കുന്നത്. അബുൽ കലാം ആസാദിനോട് ചോദിച്ചു, നിന്റെ നിസ്കാരം എന്താ നിനക്ക് സമ്മാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഡ്രൈവർ കാല് വെക്കുന്നിടത്ത് ഞാൻ എന്റെ ശിരസ് വെക്കുന്നു എന്ന് പറഞ്ഞ ഭാഷാപിതാവ് അബുൽ കലാം ആസാദ് പഠിപ്പിച്ചു. അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് കൂട്ടാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നിട്ടില്ല, ഒരിക്കലും നമുക്കത് തരില്ല. സുബഹി മുതൽ ഇശാ വരെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഖലാക്കാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സുബഹി മുതലുള്ള ഇശാ വരെയുള്ള നമസ്കാരം അവന്റെ ജനനം മുതൽ അവന്റെ പരലോകം വരെ സൂചിപ്പിക്കുകയാണ്. അവന്റെ ജനനം മുതൽ പരലോകം വരെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളെ സുബഹി നിസ്കാരം കഴിയും, ഇല്ലേ? ഭീമാപ്പള്ളിയിൽ അങ്ങനെയല്ലേ? സൂര്യൻ ഉദിച്ചാ പിന്നെ നിസ്കാരം ഉണ്ടോ? ഇല്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ സുബഹി നിസ്കാരം അവന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാ. ഉദിച്ചു വരുന്ന സൂര്യനെ ഓർമ്മിപ്പിക്കുന്ന അവന്റെ ജനനമാണ്. ഈ സൂര്യൻ നേരെ ഉച്ചയിലെത്തി, നട്ടുച്ചയിലെത്തി. കഠിനമായ ചൂട്, ശരീരമെല്ലാം വിയർക്കുന്നു, രക്തം ഇങ്ങനെ തിളക്കിയാണ്.
ഇതാ മനുഷ്യന്റെ യുവത്വത്തെ സൂചിപ്പിക്കുകയാണ്. നല്ല ചോരത്തിളപ്പല്ലേ, വെട്ടിയ 12 കഷണമായി വീണാലും അവൻ കിടന്ന് തുടിക്കും. അവന്റെ യുവത്വം അങ്ങനെയാണ്, അവന്റെ ചെറുപ്പം യുവത്വം എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അത് ളുഹർ നിസ്കാരത്തിന്റെ സൂചനയാണ്. അത് കഴിഞ്ഞ് പഴയ പൊളപ്പും ആ ഒരു തിളപ്പൊന്നും ഇപ്പൊ ഇല്ല അല്ലേ. കണ്ണൊക്കെ കാഴ്ച മങ്ങി, സംസാരശേഷിയൊക്കെ കുറഞ്ഞു വരുന്നു, കേൾവിയൊക്കെ കുറഞ്ഞു വരുന്നു. അത് മനുഷ്യന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയമാണ്. അത് അസറാണ് അല്ലെ. സൂര്യൻ ഉച്ചയ്ക്ക് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് ഇങ്ങനെ വളഞ്ഞ്, പഴയ ചൂടൊന്നും ഇപ്പൊ ഇല്ല. അസറിന് ളുഹറിന്റെ ചൂടില്ലല്ലോ. അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ആളുകൾക്ക് വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സമയം, ഒരു മങ്ങിയ അവസ്ഥ. ഇത് മനുഷ്യന്റെ അസർ നിസ്കാരം, അത് മനുഷ്യന്റെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞാൽ 2 മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചു. എങ്കിലും ആളുകൾ മുമ്പിൽ നിൽക്കുന്നവരെയൊക്കെ കാണാം. മഗ്രിബിന്റെ സമയമായി ബാങ്ക് കൊടുത്തെങ്കിലും മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ കാണാം. ഇത് മനുഷ്യന്റെ മരണമാണ്, അവൻ അസ്തമിച്ചിരിക്കാൻ. എങ്കിലും ആളുകൾ പറയും, ഓ എങ്ങനെ ഇരുന്ന ആളാ. മഗ്രിബിന്റെ സമയത്ത് പരസ്പരം കണ്ടുമുട്ടുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ ആളുകൾ മരിച്ചാലും പറയും, ഓ അവൻ ഇന്നലെയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇന്ന് കൊല്ലം ജില്ലയിലെ അൻവാറുശ്ശേരിയിലെ ശാസ്താംകോട്ടയിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ UK അബ്ദുർ റഷീദ് മൗലവി മരണപ്പെട്ട. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം എളുപ്പമാക്കി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു മരണപ്പെട്ട കുടുംബാദികൾക്ക് വേണ്ടി ദുആരക്കാൻ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസ്തമിച്ചു എങ്കിലും ആളുകൾ നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് മഗ്രിബ്. സൂര്യൻ അസ്തമിച്ചാലും മുംബൈക്കുന്ന ആളുകളെ കാണാം. കുറെ സമയം കഴിഞ്ഞാൽ, 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞാൽ, മഗ്രിബ് ഇശായിനിടയിൽ ആ സമയം കഴിഞ്ഞാൽ ഇശായിന്റെ സമയം എത്തി. എന്താണെന്നറിയോ, ആരും സൂര്യനെ പറ്റി പറയില്ല. കാരണം ഇരുട്ടായി. സൂര്യൻ എല്ലാവരും മറന്നു എന്നതുപോലെ നമ്മുടെ പരലോകമാണ്. നമ്മൾ ആരും ഓർക്കൂല, എല്ലാരും മറന്നു. ചുരുക്കത്തിൽ ജനനം മുതൽ പരലോകം വരെ 5 നേരത്തെ നമസ്കാരത്തെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുമ്പോൾ എങ്ങനാണോ ളുഹറിനെയും അസ്റിനെയും ഒരുമിച്ച് കൂട്ടാൻ ആരാ നമുക്ക് അനുവാദം തന്നത്? നീ ദീർഘമായ യാത്ര ചെയ്യുന്നവനാണെങ്കിൽ അതിനെ ചുരുക്കാൻ നിനക്ക് അല്ലാഹു തന്നെ അനുവാദം തന്നത്. അതിനെ രണ്ടും ഒരുമിച്ച് കൂട്ടാൻ, ജമ്മായി നിസ്കരിക്കാനും അല്ലാഹു അനുവാദം തന്നു. അത് കാരണമില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാരണത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹു മാപ്പ് തരില്ല. വിശദീകരണങ്ങൾക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 നമസ്കാരത്തെ അകാരണമായി ഒരുമിച്ച് കൂട്ടിയാൽ അവൻ അല്ലാഹു തആല അവനെ കണക്കാക്കുന്നത് വൻപാപികളുടെ കൂട്ടത്തിലാണ്. പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുക. ഒരു മനുഷ്യനെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഏതാണ് വലിയ പാപങ്ങളെന്ന് പഠിപ്പിച്ചു തരുവോ? ഈ പറയുന്നതും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യമാ. ഏതാ വൻപാപമെന്ന് ചോദിച്ചു വന്ന അനുചരന്മാരോട് ചാരിയിരിക്കുന്ന ഹബീബ് തന്റെ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വൻപാപങ്ങൾ ഏതെന്നറിയോ? കേവലം 7 വൻപാപങ്ങൾ മാത്രമല്ല, കാരുണ്യത്തിന്റെ തിരുദൂതരെ പറഞ്ഞു കൊടുക്കുകയാണ്. അശ്റുകു ബില്ലാഹ്, അൽയഅ്സു മിൻ റൗഹില്ലാഹ്, വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്, ഹാദാ അക്ബറുൽ കബായിർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന ഒരാൾ, ശിർക്ക് ചെയ്യുന്ന ആൾ, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുന്ന ഒരാൾ, അല്ലാഹു അല്ലാത്ത ശക്തികള്, അല്ലാഹു അല്ലാത്ത വ്യക്തികള്, അത് പണമായാലും പവറായാലും പ്രശസ്തിയായാലും ഉദ്യോഗമായാലും ഏതായാലും അതെല്ലാം എനിക്ക്, എല്ലാ കഴിവുകളും എനിക്ക് അതാണ് വലുതെന്ന് ചിന്തിക്കുന്നവര് അല്ലാഹുവിനോട് നീ പങ്കു ചേർക്കുകയാ. അങ്ങനെ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ പാപമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അൽയഅ്സു മിൻ റൗഹില്ലാഹ് വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്.
അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകല. അതാ ഞാൻ ആമുഖം പറഞ്ഞത്, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകല്ലേ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ വേണ്ട. ലോകത്താരും നമ്മളെ ഒന്നും ചെയ്യൂലോ. നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനുണ്ടല്ലോ, നമ്മളെ സംരക്ഷിക്കുന്ന അള്ളാഹുവുണ്ടല്ലോ, നാളെ നമ്മളെ സംഹരിക്കുന്ന അള്ളയുണ്ടല്ലോ. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവര്, പടച്ച തമ്പുരാൻ നമ്മളെ കൈയൊഴിയൂല. ആരൊക്കെ ഒഴിഞ്ഞാലും പടച്ചവൻ നമ്മളെ കൈയൊഴിയൂല. അതുകൊണ്ട് റബ്ബിനെ തൊട്ട് നിരാശ വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിരാശപ്പെട്ടാൽ അത് വൻപാപമാണെന്ന് മുഖബിറെ സാദിഖ് ഇമാമുൽ ഹറമൈൻ നബിയു സഖലൈൻ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെത്രയും പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ ചിന്തിക്കൂ. ഈ പറയപ്പെട്ട വൻപാപങ്ങൾ ഒഴിച്ച് ചെറുതേരം ചെയ്യാമെന്നാണോ? അല്ല, ചെറുത് ചെയ്തോ. പക്ഷേ ഒരു കാര്യം നമ്മളെ ഗൗരവത്തിൽ കാണണം. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാമത്തെ സൂക്തം അവസാനിപ്പിക്കുകയാ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരു ഉദാഹരണത്തിൽ സമർത്ഥിക്കുകയാ, ഒരു ഉദാഹരണ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഒരു സംഘം ആളുകൾ വിജനമായ ഒരു പ്രദേശത്തെത്തി. ആ പ്രദേശത്തെത്തുമ്പോ അവരൊക്കെ പാകം ചെയ്യണം. പക്ഷേ അവിടെ കമ്പുകളില്ല, അവിടെ വിറകുകളില്ല. എന്താ ചെയ്യേണ്ടത്? മരക്കമ്പുകൾ എടുത്തുകൊണ്ട് വരാൻ സഹാബത്തിനോട് നബി തങ്ങൾ ആജ്ഞാപിച്ചു. അവർ ഓരോരുത്തരായി ഓരോ പ്രദേശത്തേക്ക് പോവുകയാ. ഓരോരുത്തർക്കും ഓരോ 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 ശിഖരങ്ങൾ കെട്ടി അതെല്ലാം കൊണ്ട് വൃക്ഷത്തിന്റെ ശിഖരങ്ങളുമായി കടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെക്കുകയാ. ഒരു കൂമ്പാരമായി അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്നാലിനെ പാകം ചെയ്യട്ടെ. അങ്ങനെ ഒരാള് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇത് നിങ്ങൾ കണ്ടില്ലേ സഹാബാ, ഇവിടെ വരുമ്പോൾ ഒരു കമ്പുമില്ല, ഒരു വിറക് കഷണവുമില്ല, വൃക്ഷത്തിന്റെ ശിഖരങ്ങളില്ല, ഒന്നുമില്ല, വിജനമായിരുന്നു. പക്ഷേ നിങ്ങൾ നാലു ഭാഗത്ത് പോയി ഓരോ ചുള്ളി കമ്പെടുത്തു കൊണ്ടുവന്നപ്പോ ഇവിടെ ഒരു കൂമ്പാരമായില്ലേ, അത് നിങ്ങൾക്ക് പാകം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ തീ കുണ്ടാരമായി മാറിയില്ലേ. ഇത് കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇയ്യാകും ബിമുഹഖിറാത്തി ദുനൂബ്, ചെറിയ പാപങ്ങൾ നിസാരമായി കാണല്ല മുസ്ലിമേ. ഫഇന്നഹുന്ന യജ്തമിഉന അലർറജലി ഹത്താ യുഹ്ലികനാ, ഇത് ഒരാളുടെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവനെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് ആരംഭപ്പോവായ നബിയേ മുഹമ്മദ് മുസ്തഫ. ചെറിയ പാപങ്ങൾ നമ്മൾ പറയുമല്ലോ, അത് വലിയ പാപമൊന്നുമല്ലല്ലോ, ഒരു ചെറിയ തെറ്റല്ലേ, ഒരു ചെറിയ തെറ്റല്ലേ. പ്രിയപ്പെട്ടവരെ ചിന്തിക്കടേ, ഒരു വിശ്വാസി ചെറിയ പാപങ്ങളിൽ നിന്ന് പോലും ശുദ്ധിയായിരിക്കണമെന്ന. എന്താ ഇവിടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇവിടെ ആർക്കെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണോ? ഇവിടെ ആർക്കെങ്കിലും ഉദ്യോഗങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണോ? ഇവിടെ ആർക്കെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണോ? ഇവിടെ ലക്ഷങ്ങൾ ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെ തെങ്ങിൻ തൈ കൊടുക്കുന്നുണ്ടോ? ഇവിടെ കോഴിക്കുഞ്ഞിനെ വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ എന്തേ ഇവിടെ വന്നത്? കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? ഏതെല്ലാം ജില്ലകൾ താണ്ടികെട്ടി ഇവിടെ നിങ്ങൾ വരാനുള്ള കാരണം എന്താ? ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി ബീമാ ബീവി റഹ്മത്തുള്ളാഹി അലൈഹയുടെ പേരിലല്ലേ? അവരുടെ സീമന്തപുത്രൻ മാഹീൻ അബൂബക്കറിന്റെ പേരിലല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയുകയാ, അവരെങ്ങനാണ് ഈ മർത്തബയിലെത്തിയത്? അവരെങ്ങനാണ് ഈ മഹത്വം കരസ്ഥമാക്കിയത്? അവരെങ്ങനാണ് ഈ അവസ്ഥയിലെത്തപ്പെട്ടത്? നമ്മൾ എന്നും ഉറൂസ് കൊണ്ടാടിയാ മതിയോ? നമ്മൾ അവരെ പോലെ ആകാൻ ശ്രമിക്കണ്ടേ? കഴിഞ്ഞ വർഷം ഇതേ ഉറൂസ് മുബാറക്കിൽ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ മഹദിയായി മാറിയത്? എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ വികാരമുള്ള, വിചാരമുള്ള, നിങ്ങളെപ്പോലെ രൂപലാവണ്യങ്ങളുള്ള, നിങ്ങളെപ്പോലെ ശരീരപുഷ്ടിയുള്ള, നിങ്ങളെപ്പോലെ രക്തം ചുടുനിണം ഒഴുകുന്ന, സിരകളിൽ ഒഴുകുന്ന ഒരു സ്ത്രീയല്ലേ അവരെന്താണ് ഈ പള്ളിയുടെ അകത്തളത്തിൽ, ഈ മക്കാമിന്റെ അകത്തളത്തിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ എല്ലാവരും ഓടി വന്ന് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓടി ഇവിടെ തബറുക്കിന് വേണ്ടി ദുആ ചെയ്ത് പിരിയുന്നത് എന്തിന്റെ പേരിലാ സഹോദരങ്ങള്? ഗവൺമെന്റ് പോലും ഒരു പൊതു അവധിയായി ഭീമാ പള്ളി ഉറൂസിനെ മാറ്റിയത് എന്തിന്റെ പേരിലാ? ഇവിടെ നടക്കുന്ന ഈ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് എത്ര സ്പെഷ്യൽ ബസ്
ബസ്സുകളാ സർവീസ് നടത്തപ്പെടുന്നത്. എത്ര ആളുകളാണ് ഓടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണെന്നോ? ഒരു വിലായത്തിന്റെ അത്യുന്നതമായ സോപാനങ്ങളിൽ എത്തപ്പെട്ടത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ബീമാ ബീബി റളിയല്ലാഹു അൻഹ ആ അവസ്ഥയിലെത്തിയതെന്നറിയോ? മഹീൻ അബൂബക്കർ തങ്ങൾ ആ അവസ്ഥയിലെത്തിയതെന്തുകൊണ്ടെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു ശൈഖാണ്, ഒരു വലിയത്താണ്, ഒരു വലിയാണ് എന്നതിന്റെ പേരിലാണ്. എന്താ വലിയാകാനുള്ള ക്വാളിറ്റി എന്നറിയോ? നിങ്ങൾ നിസ്സാരമായി കാണരുത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. ആരാണ് അവരെന്നറിയോ? അവരുടെ ഒരു ശിഷ്യയാകണമെങ്കിൽ, മഹീൻ അബൂബക്കർ എന്ന പൊന്നുമോന്റെ ഒരു ശിഷ്യനാകണമെങ്കിലുള്ള ക്വാളിറ്റി എന്തെന്നറിയോ? മുറബ്ബിയായ മശായിഖുമാരുടെ, പ്രിയപ്പെട്ട ശൈഖുമാരുടെ മുരീദുമാർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ? 12 വർഷക്കാലം, അതായത് ഒരു വ്യാഴവട്ടക്കാലം ചെറിയ പാപങ്ങൾ ചെയ്യാൻ പാടില്ല. ചെറിയ പാപം ആരംഭപൂവായ നബിതങ്ങളോടുള്ള അതിരുവിട്ട അനിർവചനീയമായ അവാച്യമായ അചിന്തനീയമായ അണപൊട്ടി ഒഴുകുന്ന അനുരാഗം, അത് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു ആയത്താണ്. എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വലൗ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹ് പറയുകയാണ്, സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിൽ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, വലൗ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക. നബിയെ, തെറ്റുകൾ ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ അവർ വരുന്നതാണ്. സ്വഹാബാക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവര് തെറ്റ് ചെയ്തിട്ട് ഓടിയെത്തുന്നത് എവിടെയാണ്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്. മായിസ് ബിൻ മാലിക് അസ്ലമി കടന്നു വന്നില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ? ഫാത്തിമ എന്ന പെണ്ണ് കടന്നു വന്നില്ലേ? എത്ര സംഭവങ്ങളാ പ്രിയപ്പെട്ടവരെ. കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മുമ്പിലേക്ക് ഓടിയെത്തുകയാ. എന്നിട്ട് അവര് ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഫസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. അല്ലാഹുവേ, പുറത്തു തരണേ അല്ലാ, എനിക്ക് മാപ്പാക്കണേ അല്ലാ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ആരംഭപൂവായ നബിതങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാ. അവര് സ്വന്തം ചെയ്ത തെറ്റ്, അവര് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് ഏറ്റുപറയാ. അവര് ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലെത്തുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് അവര് പരാതി ബോധിപ്പിക്കുകയാ. ഭീമാ പള്ളിയിൽ വന്നാലും നമ്മൾ അങ്ങനെയല്ലേ? ആ ഭീമാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തെത്തുമ്പോൾ നമ്മൾ ആരോടാ ചോദിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ ഇഷ്ടപ്പെട്ട ഒരു മഹരി കിടക്കുകയാണ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു താ അല്ലാ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു അല്ലാഹുവിന്റെ ഹബീബിനോട് അവര് ചെയ്ത തെറ്റുകളെല്ലാം പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ലാഹുവോട് പൊറുക്കലിനെ തേടുക. ആ സമയത്ത് ഫസ്തഗ്ഫിറുല്ലാഹ്, അവര് പടച്ചവനോട് പൊറുക്കലിനെ തേടുകയാ. ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, പൊറുക്കലിനെ ചോദിക്കുകയാ. എന്നാ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നിസാ പറയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ആയത്ത്, എനിക്ക് സമാധാനം തരുന്ന രണ്ടാമത്തെ ആയത്ത്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതായി എത്തിക്കാൻ കഴിയുമെന്ന. ഒരു തെറ്റ് ചെയ്തു പോയാ മുത്തുനബിയുടെ ചാരത്ത് നിന്ന് നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വികാരത്തോട് രോമാഞ്ചത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പദവിയാ, ലോകത്തിന്റെ മുത്തിന്റെ മഹത്വമാണ്. റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനൊരു ദിവസം റൗള ശരീഫിൽ ഇരിക്കുമ്പോ ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്ത് സലാം ചൊല്ലിയിട്ട് അവിടെ ഞാൻ എന്റെ മുത്തിന്റെ ചാരത്തിരിക്കുമ്പോ ഖുബ്ബത്തുൽ ഖളറായിന്റെ അടുത്ത് പോകാത്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ലോകത്ത് നമ്മൾ പോകേണ്ടത് പരിശുദ്ധമായ ഹറമിലാണ്. അവിടെ നിന്ന് മസ്ജിദുൻ നബവിയിലെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും വിറ്റുപറക്കിയാൽ, എന്തെല്ലാം നമ്മൾ വിറ്റുപറക്കിയാൽ പരിശുദ്ധമായ മണ്ണിലെത്താതെ മരിച്ചുപോയോ
ഒന്ന് ആലോചിക്കണേ, ഭൗതിക ലോകത്ത് ഇതിനപ്പുറം നമുക്ക് നഷ്ടം വേറെ ഏതാ നമുക്കുള്ളത്? മദീനയുടെ രാജകുമാരന്റെ ചാരത്ത് ഞാൻ ഇരിക്കുമ്പോ അത്തബി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു അറാബിയായ മനുഷ്യൻ വരികയാ, ഒരു ആദിവാസിയായ മനുഷ്യൻ വരികയാ, വിവരം കുറഞ്ഞ മനുഷ്യനാ, പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമുള്ളൊരു മനുഷ്യനെ കടന്നു വരികയാ. അയാളെ കടന്നു വന്ന് റൗളാ ശരീഫിന്റെ മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. മഹാനായ അത്തബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ റൗളാ ശരീഫിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിനടുത്തിരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ആദിവാസിയായ സഹാബി കടന്നു വരികയാ, ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിൽ വന്നു നിന്ന് പറയുകയാണ്, സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ സലാത്ത് സലാമുകൾ അങ്ങക്കുണ്ടാകട്ടെ. എന്നിട്ട് മഹാനായ അത്തബി തങ്ങൾ പറയുകയാ, ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സമയത്തുല്ലാഹ യഖൂൽ, നബിയേ എന്റെ പടച്ചവന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഒരു തെറ്റ് ചെയ്തിട്ട് നബിയെ അങ്ങയുടെ മുന്നിൽ വരുമ്പോൾ അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ, നിങ്ങളും അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പാപം പൊറുക്കുന്ന അല്ലാഹനെ കണ്ടെത്താൻ കഴിയുമെന്ന് ആയത്ത് ഞാൻ കേട്ടു നബിയേ. ഖലറാഇന്റെ കുബ്ബയുടെ ചുവട്ടിൽ നിന്നുകൊണ്ടാ മനുഷ്യൻ പറയുകയാ, അല്ലാഹന്റെ തിരുദൂതരെ ഞാൻ എന്റെ പടച്ചവന് പറയുന്നത് കേട്ടു, എന്ത് തെറ്റ് ചെയ്താലും അങ്ങയുടെ മുമ്പിൽ വരുമ്പോ അങ്ങ് പൊറുക്കലിനെ തേടും, ഞാനും പൊറുക്കലിനെ ചോദിച്ച ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, പടച്ചവനെ നിങ്ങൾക്ക് മാപ്പ് തരുന്നവനായി കാണാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ.